ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അരി വറുത്ത് പൊടിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിൽ റെസിപ്പി ആയിട്ട് പറയാനായിട്ടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഓയിലൊന്നും ചേർക്കാതെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അരി വറുത്ത് പൊടിച്ചത്. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ കുത്തരി ചേർക്കുന്ന കേട്ടോ. അതില്ലാത്ത കൊണ്ടിട്ടാണ് ഞാൻ ചാക്കരി ചേർത്തിരിക്കുന്നത്. കുത്തരി ഉള്ളവർ കുത്തരിയിൽ തന്നെ എടുക്കാം. ഇതിൽ എണ്ണയൊന്നും ചേർക്കണ്ട, ജസ്റ്റ് നമ്മൾ ഒന്ന് പൊട്ടിച്ചെടുക്കാന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചൂടത്ത് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ അരിയൊക്കെ കുറച്ച് വീർത്ത് പൊട്ടണ രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാം. അതുവരെ ആദ്യമൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് ലോ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോട്ടൊക്കെ മാറ്റി ഏകദേശം ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് എടുക്കാൻ പറ്റും. ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും ചിലപ്പോൾ ചില സ്ഥലത്ത് അരി പൊട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ട് നോക്കി ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ട് കുറച്ച് നേരം കൂടി ഇളക്കി കൊടുക്കുക. ഈ ഒരു കളറാകുമ്പോഴത്തേക്കും നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ പിന്നീട് ഇളക്കാനായിട്ട്. ഇനി നമുക്ക് ഈ അരി ഈ കളറിൽ തന്നെ ആയി കഴിയുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വെക്കണം. ചൂടാറാൻ വെച്ചിട്ടാണ് നമ്മൾ ഇനി പൊടിക്കാനായിട്ട് എടുക്കേണ്ടത്. നമ്മളെപ്പോഴും ഈ ഓയിലി ഫുഡൊക്കെ ഈ ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കുന്നതിന് പകരം ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചൂടൊക്കെ ആറിയിട്ട് നമ്മൾ ജാറിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല പൊടി ആയില്ലെങ്കിലും ഏകദേശം നന്നായിട്ട് അരിയൊക്കെ പൊടിഞ്ഞ് കിട്ടുന്ന രീതിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മളിവിടെ പൊടിച്ചിട്ടുണ്ട്. കുറച്ച് അരി അതുപോലെ തന്നെ തരികളായിട്ടുണ്ട്, അത് കുഴപ്പമില്ല, നമ്മൾ നന്നായിട്ട് പൊടിക്കണമെന്നൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായ അത്രയും ശർക്കര ചേർത്ത് കൊടുക്കാം. പിന്നെ തേങ്ങ ചെറുകിയതും കൂടി ചേർത്ത് കൊടുക്കണം. ശർക്കരയൊക്കെ ഓരോരുത്തരുടെയും മധുരത്തിൻ്റെ ആവശ്യം പോലെ വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ അരമുറി തേങ്ങയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഈ 3 ഇൻഗ്രീഡിയൻറ്റ് മാത്രം, അതായത് അരി, തേങ്ങ, ശർക്കര ഇത് മാത്രം മതി. ഇനി ഇതും കൂടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടി പൊടിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചിലവർ ശർക്കര ഇങ്ങനെ ചീവിയിടും കത്തി കൊണ്ടൊക്കെ. അപ്പോൾ നമ്മളത് പൊടിച്ചാണ് എടുത്തത് കേട്ടോ. എന്നിട്ട് നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോഴത്തേക്കും നമുക്കിത് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും സിമ്പിളാണ് നമ്മുടെ റെസിപ്പി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് പലരും കുറച്ച് പ്രായമായവരൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷനൊന്നും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇതും ടേസ്റ്റിയാണ്. നമ്മുടെ ഹെൽത്തിനും വളരെ നന്നായിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എപ്പോഴും ഓയിലി സ്നാക്സ് ഒക്കെ കഴിക്കാതെ ചില സമയങ്ങളിൽ ഇതും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thanks for watching.